നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിക്ക് ചേച്ചി, 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 ചേച്ചി. മാലാഖേ, ശില്പയല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇറങ്ങിപ്പോവാൻ. ചേച്ചി, ചേച്ചി, ചേച്ചി പോവാണോ? ചേച്ചി വിവാഹം കഴിച്ചോണ്ട് വന്ന ഈ വീട്ടിൽ നിന്ന് ചേച്ചി എങ്ങോട്ടേക്കാ പോകുന്നേ? പറ ചേച്ചി, ചേച്ചി എവിടേക്കാ പോകുന്നേ? നിക്കാൻ അവകാശമില്ലാത്തവരടുത്ത് നമ്മൾ നിക്കരുത്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോണം, അതാ നല്ലത്. മോളെ ദേവിക്ക് അമ്മ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളാരും ഞാൻ കാരണം സങ്കടപ്പെടരുത്. സിദ്ധു, ഞാൻ ഇറങ്ങുക. ചേച്ചി, മോളെ ദേവിക്ക്, ഋഷി, ചേച്ചി, അമ്മേ. ചേച്ചി, ചേച്ചി, നിക്ക് ചേച്ചി, നിക്ക് ചേച്ചി, ചേച്ചി, ചേച്ചി പ്ലീസ് നിക്ക്. ചേച്ചി ഞാൻ പറയുന്നത് ചേച്ചി പോവല്ലേ? ഗോപിക മാറ്, ഞാൻ പോയിക്കോട്ടെ. ചേച്ചി പോവല്ലേ? ചേച്ചി ഒന്ന് പറയുന്ന കേക്ക്. ഋഷി ഒന്ന് പറ. ചേച്ചി, ചേച്ചി ഒന്ന് നിക്ക്, ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഒന്നും വേണ്ട. ഓർമ്മ തിരികെ കിട്ടില്ല എന്ന് കരുതിയ ഒരാളുടെ ഓർമ്മ തിരികെ കിട്ടിയിരിക്കോ? അതിൽ നിങ്ങൾ എല്ലാരും സന്തോഷിക്കാൻ വേണ്ടത്. ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുവോ? എന്റെ കുട്ടനെ ഇനി എനിക്ക് കിട്ടില്ലല്ലോ. കുട്ടൻ എന്നെ തിരിച്ചറിയാനും പറ്റില്ല. ആ സ്ഥിതിക്ക് ഞാനിനി എന്തിനിവിടെ നിൽക്കണം? ഞാൻ പോവാ. ഈശ്വര, വല്ലാത്തൊരു വിധിയായല്ലോ ഇത്. ചേച്ചി പോവല്ലേ? ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ മാറ്. ചേച്ചി, ചേച്ചി, ചേച്ചി ചേച്ചി, പ്ലീസ് നിക്ക് ചേച്ചി, 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 ചേച്ചി. മാലാഖേ, 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 മാലാഖ എന്നെ വിട്ട് എങ്ങോട്ട് പോവാ? കുട്ടനെയും കൂട്ടാണ്ട് എങ്ങോട്ടാ പോകുന്നേ? മാലാഖ എവിടെ പോയാലും മാലാഖയുടെ കൂടെ ഞാനും വരും.
ഇപ്പഴേ മല എങ്ങോട്ടും പോണ്ട. വാ, തിരിച്ചു വാ. വന്നിട്ട് എനിക്ക് കഥ പറഞ്ഞു തരണ്ടേ? വന്നേ. വാ വാ. ചേച്ചി ബാഗ് തന്നെ. ആ കൊടുത്തേക്ക്. വാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പോവാൻ. മാലക എന്നെ വിട്ട് എങ്ങോട്ട് പോവാ? മാലക എവിടെ പോയാലും മാലകയുടെ കൂടെ ഞാനും വരും. നിന്നെ എന്തു പറഞ്ഞ് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിന്റെ വേദന അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മാഡം, ഇനി എന്തൊക്കെയാ ഞാൻ അറിയാൻ ബാക്കിയുള്ളത്? എനിക്കെല്ലാം അറിയണം. എങ്ങനെയാ കുട്ടനെ അവസ്ഥയിലായത്? വളരെ സ്മാർട്ടായ, ആക്റ്റീവായ, തികച്ചും നോർമലായ ഒരാളായിരുന്നു ഞങ്ങളുടെ സിദ്ധു, സിദ്ധാർത്ഥൻ. ഏറ്റെടുക്കുന്ന എന്ത് കാര്യവും അവൻ കൃത്യമായും പെർഫെക്റ്റായും ചെയ്തു തീർത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സകല ബിസിനസ്സും അവനായിരുന്നു നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.